എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം വയനാട് തന്നെയാണ്. നമുക്കൊക്കെ അറിയാം, വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് ആൾക്കാരാണ് മരിച്ചു പോയിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവിടെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാറയുടെ അടിയിൽ നിന്നും ജീവനുള്ളവരെയും നമുക്ക് കണ്ടെത്താനായി സാധിച്ചിട്ടുണ്ട്. അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ, കുഞ്ഞുങ്ങൾ, കുരുന്നുകുഞ്ഞുങ്ങൾ, അമ്മ മരിച്ചു പോയിട്ട് കുരുന്നുകുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ഇപ്പോൾ ക്യാമ്പിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഹായങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഭക്ഷണമായാലും വസ്ത്രമായാലും പൈസയായിട്ടായാലും എന്തു തന്നെ ആയാലും അവർക്ക് എല്ലാ സാധനങ്ങളും അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയിൽ അവർ ക്യാമ്പിൽ ഇപ്പോഴും കഴിയുകയാണ്. അപ്പോൾ എൻ്റെ നാട് ആലപ്പുഴയാണ്. ഞങ്ങളുടെ കുടുംബശ്രീ കസ്തൂർബായാണ്. ഞങ്ങളുടെ തന്നെയല്ല, എല്ലാ കുടുംബശ്രീയിൽ നിന്നും, എല്ലാ കുടുംബശ്രീയുടെയും പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ കുടുംബശ്രീ നമ്മളാൽ പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഒരു വാഹനത്തിൽ ഇഷ്ടംപോലെ സാധനങ്ങളുമായി മുട്ടാർ ഗ്രാമപഞ്ചായത്തിലുള്ള പ്രതിനിധികൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസം സാജൻ, ഉപ്പുതറയിലുള്ള സാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. എൻ്റെ ഭാര്യ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണ്. അവർക്ക്, സാജനും ഭാര്യയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് ആദ്യം തന്നെ ഞാൻ നേരുകയാണ്. അപ്പോൾ അവർ അങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റ് നല്ല രീതിയിൽ വൈറലാകുകയും അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ വന്ന് കുറേ വൃത്തികെട്ട ജന്തുക്കൾ, അവരെ മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റില്ല, കുറേ വൃത്തികെട്ട ജന്തുക്കൾ അതിൻ്റെ അകത്ത് വന്ന് കമൻസ് ഇട്ടിട്ടുണ്ട്. അതിന് 2-3 കമൻസ് വെറും ഇതായിട്ടുള്ള രീതിയിൽ 2-3 കമൻസ് കുറച്ച് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കമൻ്റാണ്, നല്ല കറവപ്പശു ആണല്ലോ, പിന്നെ വലിയവർക്ക് പാൽ കൊടുക്കുമോ. പിന്നെ വേറെ ഒരു ജോർജ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്കും മുലപ്പാൽ വേണമെന്ന്. കാരണം ജോർജ് മുലപ്പാൽ കുടിച്ചല്ല വളർന്നത്, അവൻ റബ്ബറിൻ്റെ പാൽ കുടിച്ചാണ് ഈ ജോർജ് വളർന്നു വന്നത്. അവൻ മുലപ്പാൽ കുടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല കണ്ണൂരിലുള്ള ആൺകുട്ടികളെ അവന് മുലപ്പാൽ ഇഷ്ടം പോലെ കൊടുത്തിട്ട് ഇപ്പോഴവന് വയറ് നിറഞ്ഞ് ഓട്ടമാണ്. ഇങ്ങനെയുള്ള നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്ന് വളരെ വൃത്തികെട്ട രീതിയിലാണ് ചിലർ വന്ന് കമൻ്റ് ഇട്ടിട്ട് പോകുന്നത്. ഇതൊരു തുടക്കമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളതിലൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്ന് വളരെ വൃത്തികെട്ട രീതിയിൽ കമൻ്റ് ഇട്ടിട്ട് പോകുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ജോർജിന് കിട്ടിയതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഇതുപോലെ ഈ വൃത്തികെട്ട കമൻ്റ് ഇടുന്നവർക്ക് കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ ഇപ്പം ഇനി ജോർജിന് വീട്ടിൽ അമ്മ കാണും, ഭാര്യ കാണും, മക്കൾ കാണുമില്ലേ. ഈ ജോർജിൻ എന്ന് പറയുന്ന മനുഷ്യന് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. ഇവനൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞുമായി വീട്ടിൽ വന്നിരുന്ന് കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കുമ്പോൾ സ്വന്തം മകളുടെ മുലയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും ജോർജ്. അത് ചെയ്യില്ല, തീർച്ചയായിട്ടും അത് ചെയ്യും. ജോർജിനെ വീട്ടിലുള്ളവർ സൂക്ഷിക്കുക. അപ്പോൾ എനിക്ക് കണ്ണൂരിലുള്ള എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. നാട് മുഴുവൻ വേദനയിൽ കഴിയുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ഒരു കമൻസ് ഇടുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് പിറന്നതല്ല. അവനൊരു കാരണവശാലും അവൻ വേറെന്തിനോ പിറന്നതാണ്. അവൻ മനുഷ്യന് പിറന്ന അവനൊരു മനുഷ്യക്കുഞ്ഞല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വെറും വൃത്തികെട്ട രീതിയിലുള്ള കമൻസൊക്കെ ഇടുന്നത്. ഞാൻ പറയുന്നത്, ഇനി അവൻ്റെ കാലും കൈയും എല്ലാം തല്ലി ഒടിച്ച് ഒരു മൂലയിൽ അവനെ കിട്ടണം. ഇനിയും അവന് കിട്ടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദിവസം രാത്രി സമയം ഒരു അമ്മയും മകനും എങ്ങാണ്ട് പോയിട്ട് വരുന്ന വഴിക്ക് ഒരു ആനയെ കണ്ടു. ഇവർ ആനയെ കണ്ടു പേടിച്ചവർ എവിടെയോ പോയി ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവരുടെ ഫ്രണ്ടിലേക്ക് ആന ഇങ്ങനെ വന്ന് നിന്നു. അപ്പോൾ ഈ അമ്മ, കൊച്ചു കുഞ്ഞുമുണ്ട്, അപ്പോൾ ഈ അമ്മ പറഞ്ഞു, ആനെ ഞങ്ങളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആന പോലും അവർ പറയുന്നത് അത് കേട്ടു എന്നുള്ളതാണ്. കേട്ട ആന വഴിമാറിപ്പോയി. ആ ആനയ്ക്കുള്ള അത്രയും വിവരം പോലും ഈ ജോർജ് എന്ന വ്യക്തിക്കില്ല. ഇപ്പോൾ ജോർജിന് ഇഷ്ടം പോലെ മുലപ്പാൽ കൊടുത്തിട്ട് മുലപ്പാൽ കുടിച്ച് ജോർജ് നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യാത്ത രീതിയിൽ ജോർജ് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബാഡ് കമൻസ് ഇടുന്നവരെ ഇനി ഇതുപോലെ അടിച്ച് തല്ലി പൊട്ടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഈ അവസരത്തിൽ ഭയങ്കര വേദനയോടെയാണ് നമുക്കൊക്കെ ആ വാർത്ത കാണാനായിട്ടും അതിൽ വന്ന നെഗറ്റീവ് കമൻറ്റ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷമമാണ്. അപ്പം എല്ലാവരും ഈ വാർത്ത കണ്ടു കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇനിയും നമുക്ക് വയനാടിന് വേണ്ടി നമുക്ക് എന്തെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തു തന്നെ നമ്മൾക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ മരിച്ചിട്ടുള്ളവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഒക്കെ. അപ്പം നമുക്ക് ഒത്തൊരുമിച്ച് ഒരുപോലെ നമുക്ക് വയനാടിനെ നമുക്ക് ഈ ജോർജിൻ്റെ ഫോൺ നമ്പർ ആർക്കും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഷെല്ലി എന്നൊരു വ്യക്തി ജോർജിനെ വിളിച്ചിട്ട് പറയുകയാണ്, ജോർജേട്ടാ മുലപ്പാൽ വേണോ? അപ്പം ഈ ജോർജ് പറയുകയാണ്, അയ്യോ ക്ഷമിക്കണം, ഞാൻ അങ്ങനെ തെറ്റ് പറ്റിപ്പോയി എനിക്കെന്ന്, ക്ഷമിക്കണം തെറ്റ് പറ്റിപ്പോയി എന്ന്. അപ്പോൾ ഇത് എഴുതിയപ്പം ജോർജ് ഓർത്തില്ല, ഇത്രയും പ്രശ്നം ഉണ്ടാകുമെന്ന് ജോർജ് ഓർത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഷെല്ലി പറയുവാണ്, ജോർജേട്ടൻ മുലപ്പാൽ വേണമെന്ന് പറഞ്ഞതല്ലേ, അപ്പം ജോർജേട്ടൻ എവിടെ ഉണ്ടോ, ഞങ്ങൾ അവിടെ ഇഷ്ടം പോലെ ഇപ്പം മുലപ്പാലുണ്ട്, ഞങ്ങൾ അവിടെ എത്തിച്ചേക്കാമെന്ന് പറഞ്ഞ് ആ ഷെല്ലിക്കും ഒരു ബിഗ് സല്യൂട്ട്. അവിടെ ഈ ജോർജേട്ടന് ഇഷ്ടം പോലെ മുലപ്പാൽ നൽകിയ ഓരോ വ്യക്തിക്കും ഞാൻ ബിഗ് സല്യൂട്ട് നേരുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്.